ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് അമേരിക്ക. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ലോകത്തുള്ള എല്ലായിടത്തും ഡോമിനേറ്റ് ചെയ്യണമെന്ന ആഗ്രഹവും കൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് മിഡിൽ ഈസ്റ്റിൽ അവരുടെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇറാൻ വ്യക്തമായി സൂചിപ്പിച്ചു: ട്രംപിൻ്റെ ഭരണകൂടത്തെ താഴെ ഇറക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ട്രംപിനോട് ഒരു രീതിയിലും സന്ധി ഉണ്ടാവുകയില്ല. അമേരിക്കയോട് ഇനി സന്ധി വേണമെങ്കിൽ മറ്റേതെങ്കിലും ഭരണാധികാരി അധികാരത്തിലേക്ക് വരണം. അത് റിപ്പബ്ലിക്കൻ പാർട്ടി ആയിക്കൂടാ. കാരണം നമുക്കറിയാം, അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ എടുക്കുന്ന നിലപാട് പോലെയല്ല റിപ്പബ്ലിക്കൻ പാർട്ടി എടുക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്ന ജോ ബൈഡൻ 4 കൊല്ലം US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ കാലാവധിയിൽ ഇറാനുമായിട്ടുള്ള നീക്കം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള സംഘട്ടനമൊന്നുമില്ലായിരുന്നു. എന്നാൽ ട്രംപ് ആദ്യ ടെനുവറിൽ അധികാരത്തിലിരുന്ന സമയത്താണ് ഇറാൻ്റെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായ ഖാസിം സോലമൈനിയെ വധിച്ചത്. അത് മൊസാദിൻ്റെ സഹായത്തോടെ ആയിരുന്നു എന്ന് വ്യക്തമായതിനു ശേഷം അമേരിക്കയിലേക്ക് മരണം എന്ന് പറഞ്ഞ് ഇറാൻ ഒരു വലിയ ജാഥ തന്നെ നടത്തിയിരുന്നു. ഖാസിം സോലമേനിയുടെ മൃതദേഹവുമായുള്ള വിലാപയാത്ര സമയത്തായിരുന്നു ഇത്. അതൊരു മരണമണി പോലെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത്, അമേരിക്ക സൂക്ഷിച്ചിരുന്നോളൂ, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പരമോന്നതകാരിയായിട്ടുള്ള മൊജ്തബ ഖമേനി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇനി സ്ഥാനത്ത് നിന്നും ഇറങ്ങാതെ അമേരിക്കയോടുള്ള ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കില്ല. ഞങ്ങൾക്ക് അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അവർ സമാധാനം എന്ന് പറഞ്ഞു വരുമ്പോൾ അപ്പം മനസ്സിലാക്കിക്കൊള്ളാം, എന്തോ കാര്യമായി അവർ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, എന്തോ ആക്രമണത്തിനുള്ള നീക്കവുമുണ്ട്. വെനസ്വേലയിലെ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയെയും കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഇറാനിൽ നിന്ന് ആരെയും ബന്ദികളാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഞങ്ങൾ ധീരതയോടെ മരണത്തെ ഭയക്കുന്നില്ല എന്ന് ഇറാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതിന് കാരണമാണ് ആയത്തുള്ള അലി ഖമനിയുടെ വീരമരണം. എന്നാൽ നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം വീഴുന്നത് വരെ ഞങ്ങൾ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും. നോക്കൂ, ഇറാന്റെ ആ കരുത്ത് നോക്കൂ, മനക്കരുത്ത് നോക്കൂ. അവരുടെ കയ്യിൽ ഇപ്പോഴും ആണവായുധമില്ല. എന്നാൽ ആണവായുധമുള്ള എത്രയോ രാജ്യങ്ങളെക്കാൾ ശക്തമായാണ് അവർ പോരാടുന്നത്, പൊരുതുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്തെ വിറപ്പിക്കുന്നത്, ഇസ്രയേലിന് കണക്കിന് കൊടുക്കുന്നത്. തെമ്മാടികളായ ഇസ്രയേലി ഭരണാധികാരികളെ എങ്ങനെയാണ് വരച്ച വരയിൽ അവർ നിർത്തുന്നത്? ഇതാണ് മാസ്. ഇത് തന്നെയാണ് വേണ്ടത്. മൊജ്തബ ഖമേനി അടുത്ത നീക്കങ്ങൾ തുടങ്ങുകയാണ്. ഭൂഗർഭ അറകളിൽ ഇനിയും എടുത്തിട്ടില്ലാത്ത അത്യുഗ്രൻ ആയുധങ്ങൾ അവർ അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഏത് നിമിഷവും എവിടെ വേണമെങ്കിലും വിസ്ഫോടനം ഉണ്ടായേക്കാം.